മൈഗ്രെയിൻ ഉള്ളവരിൽ വൃക്ക സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കൂടുതലായി കാണപ്പെടുന്നുവെന്ന് പല പഠനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ മൈഗ്രെയിൻ ആരംഭിക്കുന്നവരിലാണ് CKD അഥവാ ക്രോണിക് കിഡ്നി ഡിസീസ് വരാനുള്ള സാധ്യത കൂടുതലായി കാണപ്പെടുന്നത്. മൈഗ്രെയിൻ ഉള്ള പ്രായമായ ആളുകളിൽ കിഡ്നി ഡിസീസിന്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് പ്രോഗ്രസ് ചെയ്യാനും റിക്കറന്റ് ആയി വരാനുമുള്ള സാധ്യത പലപ്പോഴും കാണാറുണ്ട്. മൈഗ്രെയിനിന് ശരിയായ ചികിത്സ എടുക്കാതെ വരുമ്പോൾ നെർവ്സിലും രക്തക്കുഴലുകളിലും ഉണ്ടാകുന്ന ഡാമേജസ്, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനും അത് പിന്നീട് വൃക്കകളെ ബാധിക്കാനും സാധ്യതയുണ്ട്. സ്ട്രെസ്, ആങ്സൈറ്റി, ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മൈഗ്രെയിനിന് മാത്രമല്ല ക്രോണിക് കിഡ്നി ഡിസീസിനും കാരണമായേക്കാം. കൂടാതെ മൈഗ്രെയിൻ തലവേദനകൾക്ക് താൽക്കാലികമായി ആശ്വാസം ലഭിക്കുന്നതിന് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, പ്രൊപ്രാനോലോൾ, പെയിൻ കില്ലേഴ്സ് പോലുള്ള മെഡിസിൻസ് ഫ്രീക്വന്റ് ആയി കഴിക്കുന്ന ആളുകളിൽ ക്രോണിക് കിഡ്നി ഡിസീസ് കൂടുതലായി ഡെവലപ്പ് ചെയ്യുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വരുന്ന തലവേദനകൾ മൈഗ്രെയിൻ ആണോ എന്ന് കണ്ടെത്തി ശരിയായ രീതിയിൽ ചികിത്സ ഉറപ്പുവരുത്തുന്നത് ക്രോണിക് കിഡ്നി ഡിസീസ് പോലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. ബൈ.